ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി ഇഡി 3 സംസ്ഥാനങ്ങളിലെ 21 കേന്ദ്രങ്ങളിൽ റെയ്ഡ്. പ്രതികളുടെ വീടുകളിലും പരിശോധന. ഇഡിയുടെ വരവ് സംശയകരമെന്ന VN വാസവൻ. ദ്വാരപാലക ശില്പ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കട്ടിളപ്പാളി കേസിൽ ജയിലിൽ തുടരും. Amounts due to Kerala from the Government of India under central schemes pending up to September 2025, including arrears from previous financial years, stand at rupees 5,650.45 crores. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വിവാദത്തിൽ. മുഴുവൻ വായിക്കാതെ രാജേന്ദ്ര അർലേക്കർ. ഒഴിവാക്കിയ ഭാഗങ്ങൾ സഭയിൽ വായിച്ചു മുഖ്യമന്ത്രി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ആരോപണങ്ങൾ തള്ളി ലോക്ഭവൻ. വായിക്കാതെ വിട്ടത് അവാസ്തവമായ കാര്യങ്ങളെന്ന് വിശദീകരണം. തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ MLA-മാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മണ്ഡലത്തിൽ സജീവമാകണം. ചിലർ വീണ്ടും സ്ഥാനാർത്ഥിയാകും, ചിലരാകില്ലെന്നും പിണറായി. നിർദ്ദേശം LDF നിയമസഭാ കക്ഷി യോഗത്തിൽ. തോമസ് ഐസക്കും G സുധാകരനും മത്സര രംഗത്ത് മടങ്ങിയെത്തുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഗവൺമെന്റിനോട് പ്രത്യേകമായ വൈരാഗ്യമൊന്നുമില്ല, എതിർപ്പില്ല. മോദിയോ അല്ലെങ്കിൽ മറ്റ് ചന്ദ്രശേഖരോ ഒക്കെ ഏതെല്ലാം തരത്തിൽ ക്രൈസ്തവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു, നമ്മൾക്കത് സ്വാഗതമാണ്. അതേ സമയത്ത് ആ മോദി ഗവൺമെൻറ്റിൻ്റെ മറവിൽ ഹിന്ദു തീവ്രവാദികളായിരിക്കുന്നവർ കൊടുക്കുന്ന ആക്രമണങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. BJP-യുടെ ക്രൈസ്തവ നയതന്ത്രം പാടെ തള്ളാതെ ഓർത്തഡോക്സ് സഭ. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തടഞ്ഞാൽ സഹകരിക്കാമെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. ദീപകിന്റെ ആത്മഹത്യയിൽ പ്രേരണാകുറ്റം ചുമത്തിയ ഷിംജിത ഒളിവിൽ. മൊബൈൽ ഫോൺ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. ബസ് ജീവനക്കാരുടെ മൊഴിയെടുക്കും. മകന്റെ ജീവനെടുത്ത ഷിംജിതയെ പിടികൂടണമെന്ന് മാതാപിതാക്കൾ. മകന്റെ അവരെ കണ്ടെത്താൻ വേണ്ട നടപടികൾ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. नितिन नवीन जी आगे बढ़ो, नितिन नवीन जी आगे बढ़ो. BJP-യിൽ തലമുറ മാറ്റം. ദേശീയ അധ്യക്ഷനായി നിതിൻ നവീൻ ചുമതലയേറ്റു. പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി 45-കാരനായ നിതിൻ. ചടങ്ങിൽ പങ്കെടുത്ത നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ. കോർട്ടിനോട് ഗുഡ് ബൈ പറഞ്ഞ സൈന നെഹ്വാൾ. ബാഡ്മിന്റൺ ഇതിഹാസം റാക്കറ്റ് താഴെ വയ്ക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിട പറയുന്നത് ഇന്ത്യയിലെ പെൺകുട്ടികൾക്കാകെ പ്രചോദനമായ താരം.